ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 42 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻ ഇതായിരുന്നു. ആവർത്തനം 12 മുതൽ 15 വരെ, മർക്കോസ് 14 അധ്യായമായിരുന്നു. ചോദിച്ച 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നു, പിന്നെ ആൻസേഴ്സ് പറയുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വിളിച്ച ഒരു പദം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം ഉണ്ടെങ്കിലും 4 സുവിശേഷങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിൽ മാത്രം കാണുവാൻ സാധിക്കും. ഏതാണ് ആ പദം? അതിന്റെ ഉത്തരം അബ്ബാ പിതാവേ. മർക്കോസ് 14:36 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പാഠഭാഗത്ത് എത്ര വിധം മാനുകളുണ്ട്? ഏതെല്ലാം? 5 വിധം എന്നുള്ളതാണ് ഉത്തരം. 1 കലമാൻ, 2 പുള്ളിമാൻ, 3 കടമാൻ, 4 ചെറുമാൻ, 5 കവരിമാൻ. ആവർത്തനം 14:5 ഈ ഉത്തരങ്ങൾ കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സ്നേഹിതന് കടം കൊടുക്കുന്നവൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ഇളച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ആവർത്തനം 15:2 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. സ്വാതന്ത്ര്യ വർഷം എന്ന വാക്കിന് പകരം പാഠഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഏത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം വിമോചന സംവത്സരം എന്നുള്ളതാണ്. ആവർത്തനം 15:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു പറവയുടെ പേരിന്റെ ആദ്യ 2 അക്ഷരം ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ്. പറവ ഏത്? ഇതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്നുള്ളത് പരുന്ത് എന്നുള്ളതാണ് കേട്ടോ. രോഗം പരു എന്നുള്ളതാണ്. ആവർത്തനം 14:13 നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു. ആവർത്തനം 16 മുതൽ 19 വരെയും മർക്കോസ് 15 അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ചോദ്യം ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.